റോമാലേഖനം മൂന്നാമത്തെ അധ്യായമാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ ചിന്തിച്ച് ആരംഭിച്ചത്. ആ, ഒത്തിരി ആത്മീയമായ മാർമികമായ വിഷയങ്ങളാണ് ഈ പൗലോസിൻ്റെ ലേഖനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മാർമികം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് വെരി മിസ്റ്റീരിയസ്. ചില കാര്യങ്ങൾ മാർമികമായി തന്നെ പൗലോസ് വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ തന്നെ ആ, നമുക്ക് നമ്മുടെ ഒരു ഇൻ്റർസെപ്റ്ററിൽ, നമ്മുടെ ഒരു വായനയിൽ ചില കാര്യങ്ങൾ ഒത്തിരി മാർമികമെന്ന് തോന്നിയാലും ഇതൊക്കെ പൗലോസ് അന്നത്തെ സഭയുടെ പശ്ചാത്തലത്തിലും അവിടെ ഉയർന്നു വന്ന ചോദ്യങ്ങളുടെയൊക്കെ നടുവിൽ പറയുന്നതായ, അല്ലെങ്കിൽ ചോദ്യങ്ങളുടെ മുന്നിൽ അതിനുള്ള ഒരു പ്രതികരണം എന്ന നിലയിൽ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ലേഖനങ്ങളിലൂടെയൊക്കെ വായിക്കുന്നത്. അപ്പോൾ എപ്പോഴും ലേഖനങ്ങൾ വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും, ലേഖനങ്ങൾ എന്നല്ല, തിരുവചനത്തിൻ്റെ ഏത് ഭാവം വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും ഇത് എഴുതപ്പെട്ടതും അല്ലെങ്കിൽ ആ എഴുതപ്പെട്ട സാഹചര്യങ്ങൾ, അതിൻ്റെ കാലഘട്ടം, അതിൻ്റെ പശ്ചാത്തലങ്ങളൊക്കെ ഉൾക്കൊള്ളുമ്പോഴാണ് തീർച്ചയായും യഥാർത്ഥമായ ആ വചനത്തിൻ്റെ കാതലായ വ്യാഖ്യാനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ടും കഴിയത്തുള്ളൂ. ശരിയായ വ്യാഖ്യാനം ഉണ്ടായെങ്കിൽ മാത്രമേ ശരിയായ ആത്മീയമായ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ടും കഴിയുകയുള്ളൂ. അതുകൊണ്ട് ആ നിലകളിൽ പൗലോസിൻ്റെ ലേഖനങ്ങൾ പഠിക്കുമ്പോൾ ചില ഭാഗങ്ങളൊക്കെ പഠിക്കണമെങ്കിൽ വാസ്തവത്തിൽ അവർ ആ പശ്ചാത്തലങ്ങൾ നന്നായി മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് കഴിയണം. ഇന്ന് മൂന്നാമത്തെ അധ്യായത്തിൻ്റെ 9 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ഞാൻ ആ വാക്യങ്ങളെ ആസ്പദീകരിച്ചുകൊണ്ടാണ് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, പലപ്പോഴും നമ്മളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന ചിന്തകൾക്ക് അനുസൃതമല്ല വാസ്തവത്തിൽ നമ്മെക്കുറിച്ചുള്ള ട്രൂത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത്, എനിക്കൊട്ടും വണ്ണമൊന്നുമില്ലെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്നാൽ ചിലപ്പോൾ അത് ട്രൂത്ത് ആയിരിക്കണമെന്നില്ല. ചിലർ വിചാരിക്കും ഞാൻ വളരെ ചാമിങ് ആൻഡ് വെരി വളരെ സൗന്ദര്യമുള്ള ആളാണെന്ന് വിചാരിക്കും. എന്നാൽ ഇൻഫാക്റ്റ് ചിലപ്പോൾ അത് ആകണമെന്നുമില്ല. ചിലർ വിചാരിക്കും ഞാൻ വളരെ സ്ലിമ്മാണ്, ഞാൻ വളരെ ലീനാണ്. പക്ഷെങ്കിൽ ചിലപ്പോൾ അതങ്ങനെ ആകണമെന്നില്ല. സോ പലപ്പോഴും നമ്മൾ നമ്മെക്കുറിച്ച് തന്നെ ധരിക്കുന്ന ധാരണകൾ അത് സത്യമാകണമെന്നില്ല. പ്രൈസല്ലോ. ഒരുപക്ഷെ നമ്മൾ നമ്മെക്കുറിച്ച് തന്നെയോ അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചെങ്കിലും നമ്മൾ ചിന്തിച്ച് വെക്കുന്ന ധാരണകൾക്ക് ഒരിക്കൽ പോലും അത് തന്നെ ആകണമെന്ന് ഒരു കാരണവശാലും നിർബന്ധമില്ല. അപ്പോൾ ഈ മൂന്നാമത്തെ അധ്യായം 9 വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ഇവിടെ പൗലോസ് മനുഷ്യർ തന്നിൽ തന്നെ നോക്കുമ്പോൾ ഉണ്ടായ ഒരു ഡിസെപ്റ്റീവ് സെൽഫ് ഇമേജ്, അല്ലെങ്കിൽ തന്നേലേക്ക് നോക്കിയപ്പോൾ തന്നെ കണ്ടതായ, അല്ലെങ്കിൽ മനുഷ്യരെ തന്നെ നോക്കിയപ്പോൾ കണ്ടതായ, പ്രൈസ് ദി ലോർഡ്, ചില ഡിസെപ്റ്റീവായിട്ടുള്ള, അല്ലെങ്കിൽ യാഥാർത്ഥ്യമെന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നത് യാഥാർത്ഥ്യമല്ല എന്ന് തിരിച്ചറിയുന്ന ഒരു അനുഭവത്തെ വിവരിക്കാനായിട്ടാണ് പൗലോസ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പർട്ടിക്കുലർ പാരഗ്രാഫ് അവിടെ അതിൻ്റെ തുടക്കം തന്നെ കൃത്യമായി വിശേഷിപ്പിക്കുന്നത് നീതിമാൻ ആരുമില്ല. അതായത് അതിൻ്റെ 10 വാക്യം അതാണ് വായിക്കുന്നത്, നീതിമാൻ ആരുമില്ല. സോ പൊതുവെ ധാരിച്ചിരുന്നത് ലോകത്തിൽ കുറേ ആളുകളൊക്കെ നീതിമാന്മാരായിരുന്നു, അല്ലെങ്കിൽ കുറേ ആളുകളൊക്കെ നല്ലവരായിരുന്നു. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഇന്നതൊക്കെയാണ്, ഞാൻ ഇന്നതൊക്കെയാണ്, എന്നെക്കുറിച്ച് എനിക്ക് ചിലത് പറയാനുണ്ട് എന്ന് നമ്മൾ ധരിക്കുന്നുണ്ട്. എന്നാൽ വാസ്തവത്തിൽ അതങ്ങനെയല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണമെന്നുള്ളതാണ് പൗലോസ് ഈ ലേഖനത്തിൻ്റെ ഈ ചെറിയ ചില വാക്യങ്ങളിലൂടെ നമ്മളോട് സംസാരിക്കുന്നത്. സോ the very clear message that Paul is giving to his church, or God's church, no one is righteous. ആരും നീതിമാൻ ആയിട്ടില്ല. No one is righteous. പലപ്പോഴും ലോകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഞാൻ ആത്മീയനാണെന്ന്, അല്ലെങ്കിൽ
ആത്മീയ അനുഭവങ്ങൾ എന്നിലുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതായ ചില ആത്മീയ മെഷർമെൻറ്റിലൂടെ നമ്മൾ നോക്കുമ്പോൾ ചില ആത്മീയമായ സാഹചര്യം, ആത്മീയമായ പശ്ചാത്തലം, ആത്മീയമായ തലം, ആത്മീയമായ അനുഭവങ്ങൾ, ആത്മീയമായ ഒരു അളവ്, ഇതെല്ലാം നമുക്കുണ്ട് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്. എന്നാൽ ദൈവം നോക്കുമ്പോൾ, കർത്താവ് നോക്കുമ്പോൾ, കർത്താവിൻ്റെ ഒരു ഡിക്ലറേഷനാണ്, നോ വൺ ഈസ് റൈച്ചസ്. ആരും തന്നിൽ തന്നെ എന്താണ്? നീതിമാനേ അല്ല. ഇത് ഞാൻ ഇന്ന് പകൽക്കാലം ഒത്തിരി ഞാൻ ഇങ്ങനെ ധ്യാനിച്ചപ്പോൾ പൗലോസ് ഇത് മറ്റാരെയും നോക്കിയല്ല പറയുന്നത്. പൗലോസ് ഇത് റോമിലുള്ള സഭയെ നോക്കി തന്നെയാണ് പറയുന്നത്. പൗലോസ് സ്ഥാപിച്ച സഭയല്ല, പൗലോസ് നട്ടു വളർത്തിയൊരു സഭയല്ല. എങ്കിൽ കൂടി വളരെ ധൈര്യത്തോടെ പൗലോസ് അവിടെയുള്ള ജനത്തോട് പറയാണ്, നോ വൺ ഈസ് റൈച്ചസ്. ആരും നീതിമാനായിട്ടില്ല. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ എല്ലാവരും പാപികളാണ്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ എല്ലാവരും പാപികളാണ്. എന്നാൽ കൃപയാൽ യേശുക്രിസ്തുവിനെ വിശ്വസിച്ചതിൻ്റെ മുഖാന്തരമായി, യേശുക്രിസ്തുവിനെ വിശ്വസിച്ചതിൻ്റെ പരിണത ഫലമായി നമ്മെ ദൈവം നീതീകരിച്ചു. അതൊരു മറ്റൊരു വസ്തുത. എന്നാൽ ഇൻ ഫാക്ട്, ഇൻ റിയാലിറ്റി, ഇൻ ട്രൂത്ത് നമ്മളെല്ലാവരും പാപികളാണ്. ഈ രാത്രികാലം ഈ വചനം നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാനൊരു കാര്യം പ്രാരംഭത്തിൽ തന്നെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മളെക്കുറിച്ച് കണ്ടിരിക്കുന്ന ചില സ്പിരിച്വൽ മെഷർമെൻറ്റ്, ഒരു സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ്, ഇത് ചിലപ്പോൾ വാസ്തവമാകണമെന്നില്ല. ദാറ്റ്സ് കനോട്ട് ബി എ നോം. അപ്പോൾ ഈ രാത്രികാലവും ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മളോടും സംസാരിക്കുന്ന ദൈവം എങ്ങനെയാണ് ഓരോന്നിനെയും കാണുന്നത്, ദൈവം എങ്ങനെയാണ് ഓരോന്നും വീക്ഷിക്കുന്നത്. ദൈവം മനുഷ്യരെ നോക്കി പറയുന്ന ഒരു ഹെവൻലി പെർസ്പെക്റ്റീവിൽ നോക്കിയപ്പോൾ നോ വൺ ഈസ് റൈച്ചസ്. ഈ ഭൂമിയിൽ ആരും നീതിമാനായിട്ടില്ല. ഞാൻ അതിൻ്റെ ചില വിശദാംശങ്ങളിലേക്ക് മുന്നോട്ട് വരുമ്പോൾ കുറച്ചുകൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇവിടെ മനുഷ്യരാരും നീതിമാനല്ല എങ്കിൽ എന്താണ് അവരെ അനീതിയിലേക്ക് നടത്തിയത്? നാം തുടർമാനമായി കഴിഞ്ഞ ബൈബിൾ സ്റ്റഡികളിൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് നമ്മൾ ചിന്തിച്ചും പറഞ്ഞും വരുന്ന ഒറ്റ കാര്യമാണ്, പാപമാണ് മനുഷ്യനെ നീതിമാനാക്കാതെ വിട്ട വസ്തുത, അല്ലെങ്കിൽ പാപമാണ് ഒരുവനെ അനീതി ഉള്ളവനാക്കി മാറ്റിയത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പാപം ഒരു വലിയ വിഷയമാണ്. മനുഷ്യനെ എല്ലാം നീതിമാനാക്കാതെ, അല്ലെങ്കിൽ നീതിമാൻ ആരുമില്ലാത്തതായ ഒരു പ്രത്യേക സ്ഥിതിവിശേഷത്തിലേക്ക് ഈ ഭൂമിയെയും ഭൂമിയിലെ സകല മനുഷ്യരെയും എത്തിച്ചതിൻ്റെ ഏക കാരണം പാപമാണ്. പ്രൈസ് ദി ലോർഡ്. സിൻ എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് ഇതൊരു ഒരു യൂണിവേഴ്സൽ പ്രോബ്ലമാണ്. എൻ്റെയോ നിങ്ങളുടെയോ അല്ലെങ്കിൽ നമ്മുടെ ആരുടെയോ പ്രശ്നമല്ല, ഇത് ഈ ലോകത്തിൻ്റെ പ്രശ്നമാണ്. ഇറ്റ്സ് എ യൂണിവേഴ്സൽ. സിൻ ഈസ് എ യൂണിവേഴ്സൽ പ്രോബ്ലം. സിൻ ഈസ് എ യൂണിവേഴ്സൽ പ്രോബ്ലം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സർവ മനുഷ്യരെയും അത് ബാധിച്ചു. അത് ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ ഇറ്റ് ടച്ചസ് എവറി റേസ്. എല്ലാ വിഭാഗക്കാരെയും അത് ബാധിച്ചു. കറുത്തവനെന്നില്ല, വെളുത്തവനെന്നില്ല, ഉയർന്ന ജാതിക്കാരനെന്നില്ല, താണജാതിക്കാരനെന്നില്ല, അതുപോലെ തന്നെ യഹൂദനെന്നില്ല, യവനൻ എന്ന് വ്യത്യാസമില്ല. ഇത് പൗലോസ് പറയാൻ കാരണം, യഹൂദന്മാർ വിശ്വസിച്ചിരുന്നത്, ഞങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയും ദൈവ തിരുവചനം അരച്ചു കലക്കി കുടിച്ച് പഠിക്കുന്നവരും, ഞങ്ങളുടെ തലമുറകളെ മക്കളെ കാണാതെ തോറ, അതായത് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നവരും, ദൈവത്തിൻ്റെ വചനത്തെ അക്ഷരം പ്രതി അനുസരിക്കാനായി പ്രേരിപ്പിക്കുന്നതും, ദൈവത്തിൻ്റെ വചനം വിട്ടിട്ട് എന്തെങ്കിലും അരുതാത്തത് ചെയ്താൽ അവരെ കല്ലെറിഞ്ഞ് കൊല്ലുന്നവരും, ദൈവത്തിൻ്റെ പ്രമാണത്തിന് വിരുദ്ധമായി സംസാരിച്ചാൽ അവരെ ഈ ലോകത്തിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാൻ അത്രമാത്രം തീവ്രതയുള്ള ഒരു യഹൂദൻ്റെ പശ്ചാത്തലത്തിൽ നിന്നിട്ടാണ് പൗലോസ് സംസാരിക്കുന്നത്. നമുക്കറിയാം, യേശു യെരൂശലേമിൽ ഒരു റബി ഒരു ടീച്ചറായിട്ട് നിന്ന ആളാണ്. യേശു സിനഗോഗുകളിൽ
പ്രസംഗിക്കാനായിട്ട് ചെന്നപ്പോൾ താൻ മസീഹയാണെന്ന് പറഞ്ഞു വന്നപ്പോൾ തന്നെ മലമുകളിൽ നിന്ന് തള്ളി കൊന്നു കളയാനായിട്ട് വരെ ജനം ഒരുക്കമായി. അതൊരു മർഡർ അല്ല, ബട്ട് അതൊരു നീതി നടപ്പാക്കുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച്. കാരണം എന്തിനു വേണ്ടി? തിരുവചനത്തിൻ്റെ മൂല്യത്തെ പിടിച്ചു നിർത്താനായി, അതിൻ്റെ സാങ്ക്ടിറ്റി ഒരിക്കലും ചോദ്യം ചെയ്യപ്പെടാതിരിക്കാനായി, ന്യായപ്രമാണത്തിൻ്റെ വിശുദ്ധിയെ ഒരിക്കലും കളങ്കപ്പെടുത്താതിരിക്കാനായിട്ട് യേശുവിനെ കൊന്നുകളയാൻ അവർ തീരുമാനിക്കുന്നു. അപ്പോൾ നോക്കിക്കേ, യഹൂദന്മാരെ സംബന്ധിച്ച് അവർ ചിന്തിക്കുന്നത്, എടാ ഞങ്ങൾ എല്ലാം വളരെ പെർഫെക്റ്റ് അല്ലേ, ഞങ്ങൾ എല്ലാത്തിൻ്റെ തിരുവചനം വളരെ നന്നായി ഗ്രഹിച്ചവർ, അത് പ്രമാണിക്കുന്നവർ, നമ്മൾ ആ കഴിഞ്ഞ ആഴ്ചകളെല്ലാം പഠിച്ച് പറഞ്ഞു വന്നത് അത് തന്നെയാണ്, പരിച്ഛേദനയേറ്റവർ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളുള്ളപ്പോൾ പൗലോസ് അതിനെ കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞു കൊടുക്കുകയാണ്. പാപം എന്നുള്ളത് യഹൂദനെന്നോ യവനനെന്നോ വ്യത്യാസമില്ല, എല്ലാവരിലേക്കും അത് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇറ്റ് ടച്ചസ് എവറി റേസ്. അപ്പോൾ ഞാൻ ഏത് നല്ല കുടുംബത്തിൽപ്പെട്ട ആളെന്ന് പറഞ്ഞാലും എനിക്ക് രക്ഷയില്ല. പ്രൈസല്ലോ. ഞാൻ ഇന്ന കുടുംബത്തിൽ, അല്ലെങ്കിൽ ഞാൻ ഒത്തിരി ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്ന നാട്ടിലെ വലിയ പ്രധാനപ്പെട്ട കുടുംബത്തിലെ ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞാലും ഇതൊന്നും ഒരു പരിഗണനയല്ല. എവ്രി വൺ, every people, every race, every nation are touched by the effect of sin. അപ്പോൾ നീതിമാൻ ആരുമില്ല എന്ന് പറയാൻ കാരണം, ഒരു ജാതിയെയും ഒരു വർഗത്തെയും ഒരു വംശത്തെയും എന്തിന്ന് ഒഴിവാക്കിയിട്ടില്ല? പാപത്തിൻ്റെ കറകൾ പുരളതിൽ നിന്ന്, അല്ലെങ്കിൽ പാപത്തിൻ്റെ കരകൾ ഏൽക്കുന്നതിൽ നിന്ന്, പാപത്തിൻ്റെതായ അവസ്ഥകൾ ജീവിതത്തിൽ വരുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടില്ല. എല്ലാവരും പാവം. ഇറ്റ് ടച്ചസ് എവറി റേസ് ആൻഡ് ഓൾസോ ഇറ്റ് ടച്ചസ് എവറി റിലീജിയൻ. അത് പറയുമ്പോൾ വളരെ ഗൗരവത്തോടെ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്. ഇത് ക്രിസ്ത്യാനികളെ ഒരു എലൈറ്റ് ഗ്രൂപ്പായിട്ട്, അല്ലെങ്കിൽ ഒരു വലിയ ഉന്നതരായി പാപം തൊട്ട് തീണ്ടാത്തതായ ഒരു സമൂഹം എന്നല്ല. പെന്തക്കോസുകാരായ നമ്മളെല്ലാവരും സംസാരിക്കുമ്പോൾ നമ്മൾ എന്തോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്ന ഒരു സമൂഹം എന്ന നിലയിൽ നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കാറുണ്ട്. എന്നാൽ പാപം അങ്ങനെയൊന്നും ഒരു ബാരിക്കേഡും അല്ലെങ്കിൽ ഒരു ബാരിയറും പാപത്തിനില്ല. പാപം എല്ലാവരിലേക്കും പ്രവേശിച്ചിട്ടുണ്ട്. അത് ഈ ലോകത്തിലെ ഏത് ജാതിയിൽപ്പെട്ട വ്യക്തി, ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും, ക്രിസ്ത്യാനിയാണെങ്കിലും ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും അവന് പാപത്തിൻ്റെ അകത്ത്, അല്ലെങ്കിൽ ആ വ്യക്തി പാപത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണ്, പാപത്തിൽ ജീവിച്ച വ്യക്തിയാണ്. സോ every religion, it was touched by the sin, was touched by every religion. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും വിശ്വസിക്കുന്ന നമ്മുടെയൊക്കെ ഒരു ചെറിയ ഒരു ധാരണയെ ഞാൻ ആ ഭാഗത്തുനിന്ന് പരാമർശിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ വിശ്വസിക്കും പലപ്പോഴും നമ്മൾ പിന്തുടരുന്ന പാരമ്പര്യം അത് നമ്മെ പലതിൽ നിന്ന് രക്ഷിക്കുമെന്ന്, നമ്മൾ പിന്തുടരുന്നതായ സമ്പ്രദായങ്ങൾ നമ്മളെ രക്ഷിക്കുമെന്ന്. ഇല്ല, ഇതൊന്നും നമ്മെ ഒരിക്കലും രക്ഷയിലേക്ക് കൊണ്ടുവരാൻ കഴിയത്തില്ല. നമ്മൾ കർത്താവിനെ, അൺലെസ് ആൻഡ് അണ്ടിൽ വി ആർ ടച്ച്ഡ് ബൈ ദ ബ്ലഡ് ഓഫ് ഗോഡ്, ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കാത്തിടത്തോളം കാലം നമ്മൾ വന്ന സമുദായം, നമ്മൾ ആയിരിക്കുന്ന സമ്പ്രദായം, നമ്മൾ ഫോളോ ചെയ്യുന്ന എന്തെങ്കിലും അനുഷ്ഠാനങ്ങളോ, ഇതൊന്നും മനുഷ്യരെ രക്ഷയിലേക്ക് കൊണ്ടുപോകുന്നില്ല. മാത്രമല്ല, നമ്മുടെ കഠിനമായ ചില വിശ്വാസ അനുഭവം, കഠിനമായ ചില ബിലീഫ്സ്, ദൈവത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, ദൈവികമായ അനുഭവത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ചല്ല പറയുന്നത്. ചില തരത്തിലുള്ള വിശ്വാസങ്ങൾ, വളരെ സ്ട്രോങ് വിശ്വാസം, ബട്ട് അല്ലെങ്കിൽ മതാടിസ്ഥാനത്തിലുള്ള വിശ്വാസം, സമുദായ അടിസ്ഥാനത്തിലുള്ള വിശ്വാസം, സമ്പ്രദായ അടിസ്ഥാനത്തിലുള്ള വിശ്വാസം, ഇതൊന്നും പാപം തൊടുന്നതിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് പൗലോസ് നമ്മെ ഓർപ്പിക്കുന്നത്. Believing strongly enough in your religion is not powerful to change or take away from sin. ഞാനൊരു പെന്തക്കോസുകാരനാണ് എന്ന് പറഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ പെന്തക്കോസിൻ്റെ ഒരു 4ാം തലമുറക്കാരനാണെന്ന് പറഞ്ഞതുകൊണ്ട്
That doesn't guarantee that we are away from sin. Praise the Lord. എൻ്റെ അപ്പച്ചനാണ് ഈ സഭ സ്ഥാപിച്ചത്, അല്ലെങ്കിൽ ഈ എൻ്റെ അപ്പച്ചൻ്റെ അപ്പച്ചന്മാർ മുതലുള്ള സഭയാണ് ഇത്, അല്ലെങ്കിൽ ഞാനാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന കുടുംബത്തിലെ വ്യക്തിയാണ് എന്ന് പറയും. ദാറ്റ് നെവർ എവർ ഗെറ്റ് ആൻഡ് ഗ്യാരണ്ടി ഓർ എ സാങ്ഷൻ ടു കീപ് അവേ ഫ്രം സിൻ. സോ ദാറ്റ് cannot be. അങ്ങനെയുള്ള ഒരു 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 ബിലീഫും, അതാണ് ഞാൻ പറയുന്നത്, ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ റിലീജിയൻ. ആ റിലീജിയനെ തൊട്ടുള്ള യാതൊന്നും നമ്മെ രക്ഷിക്കത്തില്ല. കാരണം റിലീജിയൻ ഇറ്റ് സെൽഫ് ഈസ് അണ്ടർ സിൻ. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല അവിടെ പറയുന്ന മറ്റൊരു കാര്യം, 10ാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ നീതിമാൻ ആരുമില്ല എന്നാണ് പറയുന്നത്. ആരും തന്നെ നീതിമാനായിട്ടില്ല. നീതിമാനായ വ്യക്തി ഒരാൾ പോലും ഈ ലോകത്തിലില്ല. ആരും നീതിമാനില്ല എന്ന് പറഞ്ഞാൽ ആരും എന്ത് ചെയ്യുന്നില്ല, നന്മയോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വരാൻ സാധ്യതയുണ്ടോ? ഈ ലോകത്തിൽ എത്രയോ പേര് ഒത്തിരി ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഓൺലൈനിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഞാൻ ആരുടെ പേരുകൾ പറയുന്നില്ല. പക്ഷെങ്കിൽ ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്ന ഒത്തിരി ആളുകൾ അല്ലെങ്കിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിൽ പേര് കേട്ടിട്ടുള്ളൂ. അപ്പം നമ്മൾ പറയും ഇന്ന വ്യക്തി നല്ലതാ ചെയ്യുന്നുണ്ടല്ലോ, ഇന്ന നീതി പ്രവർത്തിക്കുന്ന ആളാണ്, ഇന്ന വ്യക്തി നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണ് എന്ന് നമ്മൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ദൈവവചനം പറയുകയാണ് നീതിമാൻ ആരും ഇല്ല. ദർ ഇസ് നോ വൺ. നീതിമാനായ വ്യക്തി ആരും ഇല്ല. അതുകൊണ്ടാണ് യെശയ്യാ പ്രവചന പുസ്തകം, യെശയ്യാ ചാപ്റ്റർ 64 വേഴ്സ് 6 ഇറ്റ് സേസ്, നമ്മുടെ നീതി പ്രവർത്തികളൊക്കെ കര പുരണ്ട തുണി പോലെയാണ്. എത്ര ചെയ്തെന്ന് പറഞ്ഞാലും ആ കറ അവിടെ തന്നെ കിടക്കും. എത്ര നീതി ചെയ്തെന്ന് പറഞ്ഞാലും, എത്ര പ്രവൃത്തി ചെയ്തെന്ന് പറഞ്ഞാലും ആ സ്റ്റെയിൻ, പാപത്തിൻ്റെ കറ അവിടെ കിടക്കുന്നിടത്തോളം കാലം നമ്മുടെ നീതി പ്രവർത്തികൾ ഒരിക്കൽ പോലും നമ്മെ പാപത്തിൽ നിന്ന് മോചനം നൽകുന്നില്ല, പാപത്തിൽ നിന്നും മുക്തി നൽകുന്നില്ല. ഈ ലോകത്തിലെ ചില മതങ്ങൾ പഠിപ്പിക്കുന്നത് നിങ്ങൾ എത്ര നിങ്ങളുടെ കർമ്മമാർഗത്തിലൂടെ രക്ഷയുണ്ടാകുമെന്ന്, അല്ലെങ്കിൽ കർമ്മം ചെയ്യുന്നതോടുകൂടി വെൻ യു ഡൂ സംതിങ്, നിന്റെ കർമ്മം കൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റുമെന്ന്. ഒരിക്കൽ പോലും നമ്മൾ ചെയ്യുന്ന നീതി പ്രവൃത്തികൾ ഒരിക്കലും നമ്മെ പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. പാപത്തിൻ്റെ കറയിൽ നിന്ന് നമ്മെ രക്ഷിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഒരു മുട്ട നമ്മളിങ്ങനെ ഓംപ്ലേറ്റ് അടിക്കാനായിട്ട് പൊട്ടിച്ചോണ്ടിരിക്കുകയെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ നല്ല ഒരു 10 മുട്ട അടിച്ച്, അല്ലെങ്കിൽ ഒരു 5-6 മുട്ട എടുത്ത് ഒന്നിച്ച് ഇങ്ങനെ വലിയൊരു ഓംപ്ലേറ്റ് ഒരു ഗസ്റ്റ് വന്നപ്പോൾ അടിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മളിങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 1ാമത്തെ മുട്ട പൊട്ടിച്ചു, അതിങ്ങനെ റെഡിയാക്കി, അതിനടുത്ത് 2ാമത്തെ മുട്ട പൊട്ടിച്ചു, 3ാമത്തെ മുട്ട പൊട്ടിച്ചു, 4 പൊട്ടിച്ചു, 5ാമത്തെ മുട്ട പൊട്ടിച്ചപ്പോഴത്തേക്ക് ആ മുട്ട ചീഞ്ഞ മുട്ടയായിരുന്നു. സോ 5ാമത്തെ മുട്ട പൊട്ടിച്ച് അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ കൂടി എന്ത് സംഭവിച്ചു? ആ 4 മുട്ട നല്ലതാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, എല്ലാ മുട്ടയും അഴുക്ക് മുട്ടയായി മാറി. പ്രൈസ് ദി ലോർഡ്. സാധാരണ ഞാൻ പറയാറുള്ളത് പോലെ നമ്മുടെ ചില നീതി പ്രവർത്തികൾ നമ്മൾ ഈ സംഖ്യയുടെ കൂട്ടത്തിൽ 0 ഓരോരോ 0 ചേർക്കുന്ന പോലെ, വിത്തൗട്ട് ഹാവിങ് എനി ഡിജിറ്റ്, അല്ലെങ്കിൽ 1, 2, 3 എന്നൊരു ഡിജിറ്റ് ഇല്ലാതെ വെറുതെ ഒരു 0 ചേർത്ത് പോയതാൽ എങ്ങനെ ഇരിക്കും എന്നതുപോലെ തന്നെയാണ് നമ്മുടെ നീതി പ്രവർത്തികൾ. അപ്പോൾ നീതി എത്ര ചെയ്തെന്ന് പറഞ്ഞാലും പാപത്തിൻ്റെ കറ കിടക്കുന്നിടത്തോളം കാലം, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ പ്രവർത്തികൾ നീതി പ്രവർത്തികളായി മാറുന്നില്ല. നമ്മളെല്ലാം പാപത്തിൽ തന്നെ തുടരുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ എല്ലാത്തിൻ്റെ ലക്ഷ്യം സ്വർഗത്തിൻ്റെതായ, അല്ലെങ്കിൽ നിത്യതയോളം എത്തുന്ന, നിത്യതയെ വരെ എത്തിക്കാൻ കഴിയുന്ന പാപത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് പൂർണ്ണമായി ഭേദപ്പെട്ട് പൂർണ്ണമായും പുറത്തു വന്ന് നമ്മൾ ദൈവരാജ്യത്തിൻ്റെ അംശികളായി തീരുക. അതാണ് ദ അൾട്ടിമേറ്റ് പർപ്പസ് ഓഫ് എവറി ഹ്യൂമൻ ബീങ്. നമ്മളെല്ലാവരും സ്വർഗത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ ആ നിത്യതയിലേക്ക് എത്തിച്ചേരണം എന്നതാണ് ദൈവം നമ്മെക്കുറിച്ചെല്ലാം ആലോചന ചെയ്തിരിക്കുന്ന, പർപ്പസ് ചെയ്തിരിക്കുന്ന വിഷയം. അപ്പോൾ ഇതിന് ബദലായിട്ട് യാതൊന്ന് ചെയ്താൽ പോലും സാധ്യമാകുകയില്ല. വേറൊരു ഉദാഹരണം കൂടെ പറയാം. ഇപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഇന്ത്യയിലേക്ക് നിങ്ങൾ പോകാനായിട്ടൊരു വ്യത്യസ്തമായ ശൈലി അവലംബിക്കുകയെന്ന് വിചാരിച്ചു.
എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് വിമാനം കയറി ഇന്ത്യയിലേക്ക് പോകാം. വിമാനം എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ കപ്പൽ കയറിയാണെങ്കിൽ നമുക്ക് പോകാം. എങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ട്. എന്നാൽ ഏറ്റവും വ്യത്യസ്തമായ ഒരു 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 പദ്ധതി നമ്മൾ ആവിഷ്കരിച്ചിട്ട് എല്ലാവരും അറബിക്കടലിലോട്ട് ചാടി നീന്തി നമുക്കെന്നാ ഇന്ത്യയിലേക്ക് പോകാമെന്ന് വിചാരിക്കുക. അപ്പോൾ നീന്തി പോകാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുകയാണ്. എല്ലാവരും നീന്തിയാണ് പോകുന്നത്. അപ്പോൾ നീന്തി പോകാനായിട്ട് നമ്മുടെ സഭയിൽ നിന്ന് ഓരോരുത്തരെ എല്ലാം റെഡിയാക്കി ഇങ്ങനെ കരയെ കൊണ്ട് നിർത്തിയേക്കുകയാണ്. ചിലരൊക്കെ നല്ല സ്പോർട്സ് ഒക്കെ ചെയ്ത് പരിചയമുള്ള ആൾക്കാരൊക്കെ നല്ല ജിംനാസ്റ്റിക് സ്യൂട്ടൊക്കെ ഇട്ടിട്ട് ഓടി വന്ന് 25 മീറ്ററൊക്കെ ഓടി വന്ന് ചാടി അറബിക്കടലിലോട്ട് ചാടി ഒരു നീന്താൻ തുടങ്ങി. ചിലർ അത്രയും കഴിവും പ്രാപ്തിയൊന്നും ഇല്ലാത്തത് ഹെവി സ്യൂട്ടൊക്കെ ഇട്ടോട്ട് വന്നിട്ട് ഒരു 5 അടി മാത്രം ഓടിച്ചാടി. ചിലർക്കാണെങ്കിൽ ചാടാൻ കഴിയാതെ ഉന്തിത്തള്ളി വിട്ടതുപോലെ ചിലർ ചാടി അതിനകത്ത് വീണു. ചിലർക്ക് നീന്താൻ അറിയത്തില്ല. അപ്പോൾ ചിലർ ഭയങ്കര ഉയർന്ന നല്ല ഷേപ്പുള്ള ആൾക്കാരൊക്കെ നല്ല നന്നായിട്ട് നീന്താനായിട്ട് എല്ലാം അവരതിന് സജ്ജമായി വന്നു. എല്ലാവരും പല പല മെത്തേഡ്സ് ഉപയോഗിച്ചു. എന്നാൽ മെയിൻ എയിം എന്താ? നീന്തി അക്കരെ ഇന്ത്യ കരയിൽ എത്തണം എന്നുള്ളതാണ് എയിം. അത് സാധിക്കാതെ നമ്മൾ എത്ര നല്ല സ്വിം സ്യൂട്ട് ഇട്ടെന്ന് പറഞ്ഞാലോ, എത്ര ഉയരത്തിൽ നിന്ന് ചാടി നമ്മൾ അതിനു വേണ്ടിയുള്ള ഒരു പ്രിപ്പറേറ്ററി ജംപ് ചെയ്തെന്ന് പറഞ്ഞാലോ, എത്ര നമ്മൾ ശ്വാസം ഉള്ളിൽ അടക്കി പിടിച്ച് നമ്മൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തെന്ന് പറഞ്ഞാലും നമ്മൾ അവിടെ എത്തുന്നില്ലെങ്കിൽ ഈ ചെയ്തതൊന്നും ഒരു കാര്യമേ അല്ല. നമ്മൾ നിത്യതയിൽ എത്തുന്നില്ലെങ്കിൽ ഇതൊന്നും അല്ലെങ്കിൽ ഇന്ത്യയിൽ എത്തുന്നില്ലെന്നെങ്കിൽ നമ്മൾ എങ്ങനെ ചാടി 25 മീറ്റർ ഓടിച്ചാടിയതോ 5 മീറ്റർ ഓടാതെ ചാടിയതോ അല്ലെങ്കിൽ ഇത്ര ഉയരത്തിൽ നിന്ന് എടുത്ത് വെള്ളത്തിൽ ചാടിയതോ ഒന്നും ഒരു മാറ്ററേ അല്ല. ഇതൊന്നും ഒരു വിഷയമല്ല. നമ്മൾ എത്തുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ പൗലോസും അത് തന്നെയാണ് പറയുന്നത്. നമ്മൾ എന്തൊക്കെ ചാരിറ്റി എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ നീതി പ്രവർത്തികൾ ഒരിക്കലും നമ്മെ, അല്ലെങ്കിൽ നമ്മുടെ സോ കോൾഡ് നീതി പ്രവർത്തികൾ ഒത്തും നമ്മെ ആക്കുന്നില്ല, നീതിമാനാക്കുന്നത്. അതുകൊണ്ട് പൗലോസ് പറയുന്ന ആരുമില്ല, നീതിമാൻ ഒരുത്തൻ പോലും ഇല്ല. So, as I said, it touches every race, it touches every religion, it cancels all righteousness. അതാ ഞാൻ പറഞ്ഞു വന്നത്. നീതി ചെയ്യുന്നതിനെ എല്ലാം എന്ത് ചെയ്യുന്നു? ക്യാൻസൽ ചെയ്യുന്നു. നമ്മൾ എത്ര എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഇറ്റ് ഈസ് ഗോയിങ് ടു ഹിറ്റ് നോ വെയർ. നമ്മൾ എത്ര ചെയ്തെന്ന് പറഞ്ഞാലും പാപം കിടക്കുന്നിടത്തോളം കാലം ചെയ്തതെല്ലാം വെള്ളത്തിൽ വരച്ച പോലെ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. സോ പൗലോസ് പറയുന്ന കാര്യം, ഒന്നാമത്തെ കാര്യം, it is something very serious that പൗലോസ് പറയുക, sin is a universal problem. എല്ലാവരും പാപം ചെയ്തവരാണ്. രണ്ടാമത്തെ പൗലോസിന്റെ വാക്കാണ് sin is an ugly problem എന്ന് പറഞ്ഞാൽ അത് നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിൽ വൈകൃതമായ ഒരു സംഗതിയാണ് ഈ പാപം എന്ന് പറയുന്നത്. പൗലോസ് അടുത്തതായിട്ട് കുറേ കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെ ഈ സിൻ അല്ലെങ്കിൽ ഈ പാപം ഒരു വൈകൃതമായ പ്രകൃതമുള്ളതാണ് എന്ന് അവിടെ പൗലോസിൻ്റെ വാക്കുകളിലൂടെ നമ്മൾ സഞ്ചരിപ്പിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. പൗലോസ് പറയാണ്, സിൻ ഹാസ് കറപ്റ്റഡ് അവർ സ്പിരിറ്റ്. അതാണ് ആ 10ാമത്തെ വാക്യത്തിൽ തന്നെ അതുണ്ട്. ഞാൻ അവിടെ നിന്ന് തൊട്ട് തന്നെ മുമ്പോട്ട് പോകാം. നീതിമാൻ ആരുമില്ല. അപ്പം നീതിമാനാകാനായി ദൈവം ഈ ലോകത്തിൽ മാനവരാശിയെ സൃഷ്ടിച്ച് ഈ ലോകത്തിലാക്കിയെങ്കിലും ആരും നീതിമാനായിട്ട് ഇല്ല. ദൈവം ഒരിക്കലും മനുഷ്യനെ സൃഷ്ടിച്ചത് എല്ലാവരും അനീതിയുള്ളവരാകട്ടെ എന്ന് പറഞ്ഞല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവം ഈ ലോകത്തിൽ മനുഷ്യരെ ആക്കിയത് എല്ലാവരും നീതിയുക്തരായി ജീവിക്കാൻ, നീതിബോധമുള്ളവരായി ജീവിക്കാൻ, അല്ലെങ്കിൽ പാപമില്ലാത്തവരായി ജീവിപ്പാൻ, നീതിയുടെ അനുഭവത്തിൽ ജീവിപ്പാനായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ ആ അനുഭവത്തെ തന്നെ ദൈവം മാറ്റി, അല്ലെങ്കിൽ ദൈവാത്മാവിനാൽ പൗലോസ് മാറ്റി പറയുകയാണ്, നീതിമാൻ ആരുമില്ല. സോ വാട്ട് ഹാപ്പൻഡ്? സിൻ കറപ്റ്റഡ് അവർ സ്പിരിറ്റ്. നമ്മൾ ദൈവാത്മാവിനാൽ നിറയ്ക്കപ്പെടേണ്ടതായ നമ്മുടെ ആത്മാവിനെ, ദൈവാത്മാവിനാൽ പരിലാളിക്കപ്പെടേണ്ടതായ നമ്മുടെ ആത്മാവിനെ, the things that should be protected by the spirit was corrupted due to sin. So sin corrupts our spirit. അതുകൊണ്ടാണ് പൗലോസിന് പറയേണ്ടി വന്നത്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് തിരുവചനം സാക്ഷ്യപ്പെടുത്തേണ്ടി വന്നത്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ബിക്കോസ് സിൻ ഹാസ് കറപ്റ്റഡ് അവർ സ്പിരിറ്റ്. നമ്മുടെ ആത്മാവിനെ കറപ്റ്റ് ചെയ്തു? ഈ പാപം വന്ന് കറപ്റ്റ് ചെയ്തു. പ്രൈസ് ദി ലോർഡ്.
നമ്മളെ തന്നെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. മനുഷ്യൻ എന്ന നിലയിൽ, മനുഷ്യൻ എന്ന നിലയിൽ നമ്മുടെ മനസ്സൊരിക്കലും ഒരു ട്രൂത്തിലേക്ക്, ഒരു ഒരു നീതിയിലേക്കല്ല എന്ത് ചെയ്യുന്നത്, എപ്പോഴും വശീകരിക്കപ്പെടുന്നത്. ഒന്ന് നമ്മളെ തന്നെ ചിന്തിച്ചു നോക്കിയാൽ, പൊതുവെ നമ്മൾ ആരും നോബഡി ജസ്റ്റ് ഡിസൈഡഡ് ടു ഫോളോ ഓർ ടു ഗോ ആഫ്റ്റർ ഗോഡ്. ദൈവത്തിൻ്റെ പുറകാലെ അങ്ങ് പോകണമെന്ന് വിചാരിച്ച് പോയതല്ല. നമ്മളെ പല പോയിന്റിൽ ദൈവം അത് ബോധിപ്പിച്ചത് കൊണ്ടാണ് നമ്മൾ പോകുന്നത്. സ്വഭാവ രീതിയിൽ നമ്മളെല്ലാവരും എന്താണ്, പാപം ചെയ്യാനാണ് നമ്മുടെ ഉള്ളിലെ ടെംപ്ടേഷൻ. സ്വഭാവ രീതിയിൽ നമ്മളെല്ലാവരും പാപത്തിൽ നീങ്ങാനാണ് നമ്മുടെ ഉള്ളിലെ വ്യഗ്രത. സ്വഭാവ രീതിയിൽ നമ്മളെല്ലാവരും പാപത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കാനാണ് നമ്മൾ ഓറിയൻറ്റഡ്. ബിക്കോസ് അത് സിന്നാണ്. ഈ പാപം നമ്മുടെ ആത്മാവിനെ കറപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ഹേമിക്കുകയും പരിശുദ്ധാത്മാവ് ഇടപെടുകയും നമ്മളിൽ ഈ പാപബോധം ഉളവാക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ ദൈവത്തിലേക്ക് മടങ്ങി വരാനുള്ള പ്രേരണ നമുക്കുണ്ടാകുന്നത്. അതുകൊണ്ടാണ് ദൈവസഭയുടെയും സൺഡേ സ്കൂളിൻ്റെയും യൂത്ത് വിങ്ങിൻ്റെയും ഒക്കെ പ്രാധാന്യം ഉണ്ടാകുന്നത്. നമുക്ക് ഈ അല്ലെങ്കിൽ എന്തിനാ നമ്മുടെ സ്ക്രിപ്ചർ സ്കൂൾ, നമുക്കെന്തിനാ സൺഡേ സ്കൂൾ, നമുക്കെന്തിനാ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ? ഇതൊന്നും സ്വഭാവ രീതിയിൽ നമ്മളെല്ലാവരും ആ ഒരു ട്രൂത്തിലേക്ക് സ്വയമേ നീങ്ങാനുള്ള ഒരു മെക്കാനിസം നമ്മളിൽ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ചർച്ച് വേണ്ടായിരുന്നു, നമുക്ക് സ്ക്രിപ്ചർ സ്കൂൾ വേണ്ട, നമുക്ക് ക്യാമ്പ് വേണ്ട, കൺവെൻഷൻ വേണ്ട, ഇതൊന്നും വേണ്ട. കാരണം എന്താണ്? വി ആർ ഓൾ പ്രിപ്പയർഡ് ആൻഡ് അവർ മെക്കാനിസം ഈസ് ഗോയിങ് ഇൻ ലൈൻ വിത്ത് ടു ദ ട്രൂത്ത്. ആ പാപമില്ലാത്ത വഴിയിലൂടെ പോകാനായിട്ട് നമ്മളെ എല്ലാം റെഡിയാക്കി മെഷീൻ ഇട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ പുറകെ വേറെ ഒന്നും ഒരു പുഷിങ്ങിൻ്റെ ആവശ്യമില്ല. എന്നാൽ നമ്മളെല്ലാം കറപ്റ്റഡ് ആണ് എന്നുള്ള വസ്തുത ഉള്ളത് കൊണ്ടാണ് സഭയുടെ ആവശ്യം അവിടെ ഉണ്ടാകുന്നത്. നമ്മളെല്ലാം സ്വഭാവത്തിലെ മെക്കാനിക്കലി വി ആർ കറപ്റ്റഡ് എന്ന വസ്തുത യാഥാർത്ഥ്യമായതുകൊണ്ടാണ് നമുക്ക് കൗൺസിലിംഗ് വേണ്ടത്, നമുക്ക് ചർച്ച് വേണ്ടത്, നമുക്ക് സൺഡേ സ്കൂൾസ് വേണ്ടത്, ഇതെല്ലാം വേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിങ്കിലേക്കുള്ള നമ്മുടെ വാഞ്ച എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നതിലൂടെ ഉണ്ടാകുന്നതാണ്. അല്ലാതെ നമ്മുടെ ഉള്ളത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരിക്കലും ദൈവത്തിൻ്റെ അടുത്തേക്ക് എനിക്ക് പോണം എന്നുള്ള വാഞ്ച ഉണ്ടാകത്തില്ല. പരിശുദ്ധാത്മാവ് ഉള്ളിൽ പ്രേരിപ്പിക്കുന്നത് കൊണ്ടാണ് ദൈവത്തെക്കുറിച്ചുള്ള വാഞ്ച ഉണ്ടാകുന്നത്. അത് ഉള്ളിൽ വ്യാപരിക്കുമ്പോഴാണ് നമ്മൾ കർത്താവിന് വേണ്ടി അധികം പ്രയോജനപ്പെടാനായി നമ്മെ തന്നെ സമർപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാകുന്നു? ഈ ഹങ്കർനെസ് ഉണ്ടാകുന്നത് എപ്പോഴും ദൈവത്തിൻ്റെ, പ്രൈസ് ദി ലോർഡ്, പരിശുദ്ധാത്മാവ് നമ്മളിൽ ഇടപെടുമ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സിൻ കറപ്റ്റ്സ് അവർ സ്പിരിറ്റ്. സെക്കൻഡ്ലി, സിൻ കറപ്റ്റ്സ് അവർ സെൻസ്. നമ്മുടെ ചിന്തയെ തന്നെ എന്ത് ചെയ്യുന്നു? ഈ പാപം കറപ്റ്റ് ചെയ്യുന്നു. അതാണ് 11-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനും ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഗ്രഹിക്കുന്നവനുമില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനും ഇല്ല. നമ്മുടെ ഇൻസ്റ്റിങ്ക്റ്റിൽ എന്തില്ല? ദൈവത്തെ പിൻപറ്റണമെന്ന് ആർക്കും താല്പര്യമില്ല. നമ്മൾ കുഞ്ഞുങ്ങളുടെ അടുത്തും സൺഡേ സ്കൂളിലൊക്കെ അടുത്ത് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നിങ്ങൾ ചെല്ലണം, യു ഹാവ് ടു ഫോളോ ജീസസ് 10 പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ബിക്കോസ് സിൻ ഹാസ് കറപ്റ്റഡ് ദെയർ സെൻസ്. നമ്മുടെയൊക്കെ ഉള്ളിലെ നമ്മുടെ ആ സെൻസിനെ എന്ത് ചെയ്തിട്ടുണ്ട്? ആ സെൻസറിനെ കറപ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഓട്ടോമാറ്റിക്കലി ആരും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നില്ല. ഓട്ടോമാറ്റിക്കലി ആരും ദൈവത്തെ കണ്ടുമുട്ടാനായിട്ട് ആർക്കും ഓട്ടോമാറ്റിക്കലി ആ സിസ്റ്റം വർക്ക് ആവത്തില്ല. സോ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകാനുള്ള സെൻസിബിലിറ്റി, ആ സെൻസ് മനുഷ്യനിൽ പാപം നിമിത്തമായി നഷ്ടപ്പെട്ടു. സോ ദാറ്റ് ഈസ് വൈ പൗലോസ്, അല്ലെങ്കിൽ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്, സിൻ ഈസ് എ അഗ്ലി പ്രോബ്ലം. അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. കാരണം നമ്മുടെ സെൻസിനെ വരെ ഓഫാക്കി വെച്ചു, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകാൻ കഴിയാത്ത വണ്ണം.
അതല്ലേ ഏദൻ തോട്ടത്തിൽ സംഭവിച്ചത്? ഏദൻ തോട്ടത്തിൽ എന്താ ഉണ്ടായത്? പ്രൈസ് ദി ലോർഡ്. ആദാമും ഹവ്വയും ദൈവവും കൂടെ എല്ലാ ദിവസവും അവിടെ ആ, ഏദൻ തോട്ടത്തിൽ ഉലാത്തുന്ന ഒരു പതിവുണ്ടായിരുന്നു. There was a time where we can see a fellowship of God and Eve and Adam together. But when the sin came, sin entered, എപ്പോഴാണോ പാപം കയറി വന്നത്, അവിടെ വന്നപ്പം they gave the sense of having the fellowship with God has broken. അവർ ഓടി ഒളിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. They want to keep them away from God. They want to keep hide themselves from God. ദൈവത്തിൽ നിന്ന് മറയ്ക്കാനായിട്ട് അവർ ശ്രമിക്കുകയാണ്. സോ സിൻ കറപ്റ്റ്സ് ദ സെൻസ്. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ദൈവത്തെ ഗ്രഹിക്കാൻ കഴിയാതെ, ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനും ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം sin is corrupting our sense also. അടുത്തത് അവിടെ വായിക്കുന്നത് 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നിരിക്കും, നന്മ ചെയ്യുന്നവനില്ല ഒരുത്തൻ പോലുമില്ല. അവിടെ ഒരു കൺക്ലൂസീവായിട്ട് എല്ലാവരും എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ പോലും ഇല്ല അതിനകത്തൊന്നും ഒഴിവാക്കിയിട്ടുള്ളവർ. എന്നിട്ട് അതിനകത്ത് ഒരു കാര്യം കൂടെ വളരെ സിഗ്നിഫിക്കൻ്റ്ലി പറയുന്നത് എനിക്ക് അതിശയം തോന്നി, നന്മ ചെയ്യുന്നവൻ ഇല്ല. നന്മ ചെയ്യുന്ന ഒരാൾ പോലും ഇല്ല. അപ്പോൾ ഞാൻ ചിന്തിച്ചു പോയി, നമ്മുടെ മദർ തെരേസയും ഇങ്ങനെയുള്ള ആളുകളൊക്കെ ചെയ്ത നന്മയൊക്കെ ഒന്നും ആരും കണ്ടില്ലേ എന്ന്. നമ്മുടെ പല ആളുകളൊക്കെ ചെയ്യുന്ന ചാരിറ്റീസിനെ ഒന്നും ദൈവം കണക്കിട്ടിട്ടേ ഇല്ലയോ? പൗലോസിന്റെ വാക്ക് എന്താ? നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലും ഇല്ലെന്ന്. അതിന് ഞാനൊരു ഉദാഹരണം പറയാം. ദൈവം നോക്കുമ്പോഴാണ്, ഇതെല്ലാം മനുഷ്യൻ്റെ കാഴ്ചപ്പാടല്ലാണ് നമ്മൾ ഈ നന്മ ചെയ്യുക എന്നുള്ളത് നമ്മൾ വിവേചിക്കുന്നതും ചിന്തിക്കുന്നതും. എന്നാൽ ദൈവം നോക്കുമ്പോൾ ഈ പറയുന്ന നന്മ, ഞാൻ നേരത്തെ മൊട്ടയുടെ കാര്യം പറഞ്ഞതുപോലെ, നന്മയെല്ലാം ദൈവത്തിൻ്റെ ദൃഷ്ടിയിലും ദൈവത്തിൻ്റെ ആലോചനയിലും ദൈവത്തിൻ്റെ പദ്ധതിയിലും ഇതൊന്നും അൾട്ടിമേറ്റ്ലി ഈസ് നോട്ട് ഡിസ്മാൻഡിലിംഗ് ദി എഫക്റ്റ് ഓഫ് സിൻ. പാപത്തിൻ്റെ അനുഭവത്തെ ഈ നന്മ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, മായ്ക്കാനായിട്ട് പറ്റുന്നില്ല. ചിലർ പറയാറുണ്ട്, ഞാൻ സാധാരണ ചിലർ ഈ സുവിശേഷമൊക്കെ പേഴ്സണൽ ഇവാഞ്ചലിസം ഒക്കെ ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാർ, പാസ്റ്ററെ ഞാനൊന്നും ഒരു കുറ്റവും ചെയ്തിട്ടില്ല, ഞാനൊക്കെ വളരെ ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ല, വീട്ടിലെ കാര്യം നോക്കി, വീട്ടിലെ അത്യാവശ്യ കാര്യങ്ങൾ നോക്കി, കുടുംബത്തെ നോക്കി ഞങ്ങൾ പോകുന്നു, ഞങ്ങൾ ദൈവത്തെ വിശ്വസിച്ച് ഞങ്ങൾ പോകുന്നു, ഞങ്ങളാരും പറയുന്ന ക്രിമിനലുകളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വഴിയിലൂടെ ഒന്നും പോയിട്ടില്ല, പിന്നെ ഞങ്ങൾക്ക് ഈ പറയുന്ന സുവിശേഷമൊന്നും ഞങ്ങൾ വിശ്വസിക്കാൻ താല്പര്യമില്ല, ഞങ്ങൾക്ക് ഇതൊന്നും വി ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്, ഇതൊന്നും ഞങ്ങൾക്ക് ദേ ഫീൽ ദാറ്റ് അവർ ആ ചെയ്യുന്ന നന്മകളാണ് അവരെ ജീവിതത്തിൽ നയിക്കുന്നത്. ചില സഹോദരങ്ങളോട് ഞാൻ സംസാരിക്കുമ്പോൾ പറയുന്നത്, ഞാൻ ഇന്നടത്ത് ഇത്ര പേർക്ക് ഇത്ര പോലെ ആഹാരം കൊടുത്തു, ഇന്നവർക്ക് ഇന്നത് കൊടുത്തു, എല്ലാ വർഷവും ഇത്ര കാര്യം ചെയ്യുന്നു, അത് ചെയ്യുന്നു. സോ ഇതെല്ലാം ചെയ്യുന്നുണ്ട്, ദേ കൗണ്ട് ദംസെൽഫ് ആസ്, ഇതെല്ലാം ചെയ്യുന്നത് കൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെ ദൈവത്തോടുള്ള അവരുടെ ആ കമ്മിറ്റ്മെൻറ്റ് അവിടെ തീരുകയാണ്, അവിടെ നിവർത്തിക്കപ്പെടുകയാണ്. ദൈവം അങ്ങ് സാറ്റിസ്ഫൈഡായി, ദൈവത്തിന് അങ്ങ് സന്തോഷമായി നമ്മളതെല്ലാം ചെയ്തപ്പോൾ. ദൈവം ഒരിക്കലും നമ്മുടെ നന്മകൾ കൊണ്ടുള്ള നമ്മുടെ നന്മ പ്രവർത്തികൾ കൊണ്ട്, നമ്മുടേതായ ചാരിറ്റി കൊണ്ട് ദൈവം ഒരിക്കലും പ്രസാദിക്കുന്ന ദൈവമല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം ഒരിക്കൽ പോലും, സോ ദൈവം നമ്മുടെ ഇപ്പം if our vessel is dirty, even though we pour out a good wine or something like that, or a good something which is very edible, and we are pouring that thing into a vessel, but the vessel is dirty, എങ്ങനെ ഇരിക്കും? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പാപം നമ്മുടെ ഈ ആത്മാവിനെ വഹിക്കുന്ന ഈ സോളിനെ, പ്രൈസ് ദി ലോർഡ്, അല്ലെങ്കിൽ ഈ ദൈവത്തിൻ്റെ ഈ ആത്മാവിൻ്റെ അനുഭവത്തെ വഹിക്കുന്ന ഈ ആത്മതലത്തെ എന്ത് ചെയ്യുന്നു? ഈ പാപം കറപ്റ്റ് ചെയ്തിരിക്കുകയാണ്. സോ അതിനകത്തോട്ട് ഇനിയും നമ്മൾ ഇത്ര ചാരിറ്റി ചെയ്തെന്ന് പറഞ്ഞ് എന്തൊക്കെ ഇട്ടെന്ന് പറഞ്ഞാലും ഇറ്റ് ഈസ് സ്റ്റിൽ കറപ്റ്റഡ്. സോ സിൻ ഈസ് കറപ്റ്റിംഗ് ദി എൻറ്റയർ വെസൽ. നമ്മുടെ ആ പാത്രം മുഴുവൻ അഴുക്കായിരിക്കുകയാണ്. അപ്പോൾ അഴുക്ക് പാത്രത്തിനകത്തോട്ട് എന്തൊക്കെ ഇട്ടെന്ന് പറഞ്ഞാലും അത് അഴുക്കായിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഉദാഹരണത്തിന് നമ്മൾ ദുബായ് പട്ടണത്തിനെ ഒരു ഹാർബറിൽ നിന്ന് നമ്മളിങ്ങനെ ഒരു സീയുടെ ഒരു കപ്പലല്ല, ഒരു ബോട്ട്
ഓൾമോസ്റ്റ് നിയർ ടു ദ ഷോർ ഇരുന്നുകൊണ്ട് നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം ഉയർന്ന ബിൽഡിങ്ങിൽ നമ്മുടെ ബുർജ് ഖലീഫയും മറ്റ് ബിൽഡിങ്ങുകളൊക്കെ ഇങ്ങനെ ഉയർന്നും പൊങ്ങിയും ചിലത് ഉയർന്നും ചിലത് താന്നും ഒക്കെ ഇരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അല്ലേ. ഒരു ഹാർബർ വ്യൂവിൽ നിന്ന് നോക്കിയാൽ നമ്മുടെ സുന്ദരമായ നമ്മുടെ പട്ടണം ഇങ്ങനെ വിവിധങ്ങളായ കെട്ടിടങ്ങൾ ഇങ്ങനെ ഉയർന്നും പൊങ്ങിയും പല പല തലപ്പൊക്കമുള്ള കെട്ടിടങ്ങളൊക്കെ നിൽക്കുന്നത് നമുക്ക് കാണാം. എന്നാൽ നിങ്ങൾ വിമാനത്തിൻ്റെ ഒരു എയറോപ്ലെയിൻ്റെ ജനലിൽ കൂടെ നോക്കുമ്പോൾ എത്ര വലിയ ബുർജ് ഖലീഫ എന്ന് പറഞ്ഞാലും അത് എല്ലാത്തിൻ്റെ മുകളിലൂടെ നോക്കുമ്പോൾ ഇറ്റ്സ് സംതിങ് ഓൾമോസ്റ്റ് ഓൾ ആർ ഈക്വൽ. ഒന്നിനും ഒരു വ്യത്യാസം തോന്നത്തില്ല. എല്ലാം ഒരേപോലെ ഉള്ള കെട്ടിടങ്ങളായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. അവിടെ വലിപ്പമോ ചെറുപ്പമോ ഒന്നും അവിടെ. സോ ഞാൻ പറഞ്ഞു വന്നത് ഇറ്റ്സ് മേ നോട്ട് ബി എ വെരി അപ്രോപ്രിയേറ്റ് ഇലുസ്ട്രേഷൻ, ബട്ട് ഞാൻ പറയാൻ വന്നത് നമ്മുടേതായ ഈ ഈ ഈ പാപം ആത്മാവിൻ്റെ ആ വെസൽ, ആത്മാവിനെ വഹിക്കേണ്ട വെസൽ പാപത്തിൽ നിൽക്കുമ്പോൾ ആ ആത്മാവും പാപപങ്കുലമായി തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് തിരുവചനം നമ്മളെ ഓർപ്പിക്കുന്നത് ഒരു ആത്മാവിൻ്റെ രക്ഷ എന്ന് പറഞ്ഞാൽ ഈ പാപപങ്കുലമായ അനുഭവത്തിൽ നിന്ന് ഈ ആത്മാവ് രക്ഷിക്കപ്പെടുമ്പോഴാണ്. വെൻ ദാറ്റ് സോൾ ഇസ് ക്ലെൻസ്ഡ് ബൈ ദി ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ രക്തത്താൽ ഇത് പൂർണ്ണമായി ശുദ്ധി ചെയ്യപ്പെടുമ്പോൾ അവിടെയാണ് ആ പാപത്തിൻ്റെ അഗ്ലി പ്രോബ്ലം ഇല്ലാതെയാകുന്നത്. സോ സിൻ ഹാസ് കറപ്റ്റഡ് അവർ സോൾ. ഇനി മാത്രമല്ല പൗലോസ് വീണ്ടും അവിടെ പറയുന്നത് സിൻ കറപ്റ്റ്സ് അവർ സ്പീച്ച്. അതെ, പാപമാണ് നമ്മുടെ വാക്കുകളെ പോലും തെറ്റിക്കുന്നത്. 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നത്, അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി അല്ലേ, നാവുകൊണ്ട് അവർ ചതിക്കുന്നു, സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴെ ഉണ്ട്, അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കും. സോ നമ്മുടെയൊക്കെ വാക്കുകൾ പോലും സംസാരങ്ങൾ പോലും അതിനെ കറപ്റ്റ് ചെയ്യാനായിട്ട്, അതിനെ ഇല്ലാതെയാക്കാൻ, അതിനെ നശിപ്പിക്കാൻ ഏതിന് കഴിഞ്ഞു? ഈ പാപത്തിന് കഴിഞ്ഞു. അതുകൊണ്ടാണ് സിൻ ഈസ് എ അഗ്ലി പ്രോബ്ലം. അത് നമ്മുടെ വായുടെ അധരങ്ങളെ തന്നെ എന്ത് ചെയ്തു? മലിനമാക്കി. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി പോലെ. ഇറ്റ്സ് റോട്ടിങ് ലൈക്ക് കഫൈൻ അല്ല, തുറന്ന ശവക്കുഴി പോലെ, കോർസ് പോലെ. അതാണ് അവരുടെ വായ്. ഇറ്റ്സ് എ സ്ലാങ് വേർഡ്സ്. നമുക്കറിയാമല്ലോ ഈ ലോകത്തിൽ സ്ലാങ് വേർഡ്സ് ഉണ്ടാകാൻ ആരും റിസർച്ച് ചെയ്യേണ്ട കാര്യമില്ല. അത് പുതുതായി കണ്ടുപിടിക്കാനായിട്ട് പുതിയ സംരംഭങ്ങളൊന്നും ആവശ്യമില്ല. ഇറ്റ് കംസ് ഓട്ടോമാറ്റിക്കലി. അതുപോലെ തന്നെ നമ്മുടെ ലാംഗ്വേജസ്, തെറ്റായ ലാംഗ്വേജുകൾ. ഞാനൊരു പ്രാവശ്യം എൻ്റെ ഒരു ക്യൂരിയോസിറ്റിക്ക് ഈ നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ ചിലർ ഈ ഫിൽത്തി ലാംഗ്വേജസ്, ഈ സ്ലാങ് ചീത്തകളൊക്കെ വിളിക്കുമ്പോൾ ഞാനിങ്ങനെ ഇതിൻ്റെയൊക്കെ ഒറിജിൻ എവിടെയാണെന്ന് അറിയാനായിട്ട് ഇങ്ങനെ ഒരു ശ്രമം നടത്തി. അങ്ങനെ ഒറിജിനൊന്നും ആരൊക്കെയോ പറഞ്ഞുണ്ടാക്കുന്ന സംഗതികളാണ്. പ്രൈസ് ദി ലോർഡ്. സോ ദ സ്ലാങ് വേർഡ്സ് ഇറ്റ്സ് ഓൾസോ എ പാർട്ട് ഓഫ് എ സിൻ. സിൻ കറപ്റ്റ്സ് അവർ സ്പീച്ച്. മാത്രമല്ല അവിടെ പറയുന്ന ഒരു കാര്യം, വേറൊരു കാര്യം കൂടെ പറയുന്നു, നാവ് കൊണ്ട് അവർ ചതിക്കുന്നു. മറ്റൊരാളെ ഡിസീവ് ചെയ്യാനായിട്ട്, മറ്റൊരാളെ ചതിക്കാനായിട്ട് നമ്മുടെ നാവ് ഉപയോഗിക്കപ്പെടുന്നുവെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ എ പാർട്ട് ഓഫ് സിൻ. നമ്മുടെ നാവ് കൊണ്ട് മറ്റൊരാൾക്ക് മുറിവേൽക്കപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മുടെ നാവ് കൊണ്ട് മറ്റൊരാൾ മുറിവേൽക്കപ്പെടുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് ദി സിൻ. ഈ പാപത്തിൻ്റെ വലിയ ഒരു അനുഭവത്തിൽ, പാപത്തിൻ്റെ പരിണത ഫലമാണ് നമ്മുടെ ഭാഷകൾ. അല്ലെങ്കിൽ നമ്മൾ സംസാരത്തിലൂടെ മറ്റൊരാൾ മുറിവേൽക്കപ്പെടുന്നുവെങ്കിൽ, മറ്റൊരാൾ ചതിക്കപ്പെടുന്നുണ്ടെങ്കിൽ, മറ്റൊരാൾക്ക് യഥാർത്ഥമായൊരു ജീവിതാനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ അവർ തകർന്നു പോകുന്നെങ്കിൽ, അത് നമ്മുടെ നാവിനാലാണ് സംഭവിക്കുന്നതെങ്കിൽ നമ്മൾ നാവ് പാപത്തിനാൽ അകപ്പെട്ടു പോയി എന്ന് പറയാൻ കഴിയും. പിന്നെ അവിടെ വായിക്കുന്നത് വിഷം അവിടെ അധരങ്ങൾക്ക് കീഴേ ഉണ്ട്, സർപ്പവിഷം. ഇറ്റ്സ് ലൈക്ക് ഡെഡ്ലി പോയിസൺ. നമ്മുടെ നാവിനകത്ത് തന്നെ ഒരാളെ കൊല്ലാനുള്ള, ഒരാളെ ഇല്ലാതെയാക്കാനുള്ള ഡെഡ്ലി പോയിസണസ് ആയിട്ടുള്ള നാവിൻ്റെ വാക്കുകൾ കൊണ്ടുള്ള ഉണ്ടാകുന്ന
പ്രഹരം. സോ ദാറ്റ് ഈസ് ഓൾസോ കംസ് അണ്ടർ സിൻ. മാത്രമല്ല അവിടെ പറയുന്ന അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു. ഇറ്റ്സ് ലൈക്ക് എ വെപ്പൺ ഓഫ്, അല്ലെങ്കിൽ വളരെ ശക്തിയുള്ളതാണ്. ഒരാളെ നശിപ്പിക്കാൻ കഴിയുന്ന, ഒരാളെ തകർക്കാൻ കഴിയുന്ന, ഒരാളെ ഇല്ലാതെയാക്കാൻ കഴിയുന്ന ശക്തി ഉളവാക്കുന്നതും ഈ നാവിലൂടെയാണ്. ഇതെങ്ങനെയാണ് വന്നത്? അത് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ പാപമാണ്. സിൻ ഹാസ് കറപ്റ്റഡ് അവർ സ്പീച്ച്. അടുത്തത് കാണുന്നത് സിൻ ഹാസ് കറപ്റ്റ് അവർ സ്റ്റെപ്സ്. നമ്മുടെ പാതകളെ പോലും ഈ പാപം മലിനമാക്കി. അവിടെ വായിക്കുന്ന അവരുടെ കാൽ രക്തം ചൊരിയുവാൻ ബന്ധപ്പെടുന്നു, നാശവും അരിഷ്ടതയും അവരുടെ വഴികളിലുണ്ട്, സമാധാന മാർഗം അവർ അറിഞ്ഞിട്ടില്ല, അവരുടെ അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല എന്നിങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. അവിടെ പറയുന്നത് അവരുടെ കാൽ രക്തം ചൊരിയുവാൻ ബന്ധപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, ഇന്നറിയാമല്ലോ നമുക്ക് ലോകത്തിൽ ഒരാളെ കൊല്ലുന്നതിന് വലിയ റീസൺ ഒന്നുമില്ല. ഇന്ന് പല പത്രമാധ്യമങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. പണ്ടൊക്കെ നമ്മൾ അല്ലെങ്കിൽ സാധാരണഗതിയിലൊക്കെ വലിയ കാര്യമായ ഗൗരവമായ ഒരു വിഷയമൊക്കെ ഉണ്ടെങ്കിലേ ഒരു കൊലപാതകമൊക്കെ നടക്കുന്നത്. ഇന്ന് ചില കൊലപാതകത്തിനൊക്കെ വെറും നിസ്സാര വിഷയത്തിനാണ് ആളുകൾ മറ്റൊരാളെ കൊല്ലുന്നത്. അപ്പോൾ ആളുകൾ എത്രമാത്രം പോലീസിങ്ങും അതുപോലെ തന്നെ നിയമങ്ങളൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞാൽ പോലും ഒരാളെ കൊല്ലാൻ തയ്യാറാകുന്നുവെങ്കിൽ, പ്രൈസ്, അവരുടെ കാൽ രക്തം ചൊരിയാൻ ബന്ധപ്പെടുന്നു, നാശവും അരിഷ്ടതയും അവരുടെ വഴികളിലുണ്ട്. എവരിവെയർ ദേ ലുക്ക് ഫോർ മോർ ബ്രൂട്ടാലിറ്റി. അവർ ബ്രൂട്ടാലിറ്റിക്ക് വേണ്ടി ശ്രമിക്കുന്നു. ഒരുപക്ഷെ ഇത് പറയുമ്പോൾ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ലെന്ന് നമ്മൾ പറയുന്നെങ്കിലും, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുപക്ഷെ നമ്മുടേതായ ചില അക്ഷരാർത്ഥത്തിൽ നമ്മൾ ആരെയും മർഡർ ചെയ്തില്ലെങ്കിലും നമ്മുടെ വാക്കുകൾ കൊണ്ടും നമ്മുടെ ചിന്തകൾ കൊണ്ടും നമ്മുടെ ആലോചനകൾ കൊണ്ടൊക്കെ ആളുകളെ, പ്രൈസ് ദി ലോർഡ്, ഈവൻ കൊലപാതകത്തിൻ്റെ സമമായ തലത്തിലേക്ക് തള്ളിവിടുന്നുണ്ടെങ്കിൽ വി ആർ ഓൾസോ അണ്ടർ ദി കറപ്ഷൻസ് ഓഫ് സിൻ കറപ്റ്റിംഗ് അവർ സ്റ്റെപ്സ്. മാത്രമല്ല സമാധാന മാർഗം അവർ അറിഞ്ഞിട്ടേ ഇല്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. അവർക്ക് ഒരു പീസ് എന്താണെന്നുള്ളത്, ദേ ഡോണ്ട് വാണ്ട് ടു ലീവ് ഇൻ എ പീസ്. അവർക്ക് സമാധാനത്തിൻ്റെ ഒരു അനുഭവം അവർക്ക് ആർക്കും അറിഞ്ഞിട്ടേ ഇല്ല. സമാധാനത്തിൻ്റെ മാർഗം അവർ അറിഞ്ഞിട്ടില്ല. ദേ ഡോണ്ട് നോ വാട്ട് ഈസ് പീസ്. ഇന്ന് ലോകം നോക്കുമ്പോൾ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാനൊരു പത്രത്തിൽ ഒരു ന്യൂസ് വായിച്ചത്, ഒരിടത്ത് ഞാൻ അതൊന്നും പേരുകളൊന്നും പരസ്യമായി പറയുന്നില്ല, വെള്ളം കുടിക്കാൻ വേണ്ടി കാത്തിരുന്നിരുന്ന കുറച്ച് കുഞ്ഞുങ്ങളുടെ അടുക്കിലേക്ക് ഒരു രാജ്യം ബോംബിട്ട് അവരെ തകർത്ത് കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കോണം. സോ സമാധാനം ഉണ്ടാകാനായിട്ട് ആർക്കും താല്പര്യമേ ഇല്ല. എങ്ങനെയും യുദ്ധം ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കണം, യുദ്ധം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കണം. അണുവായുധങ്ങളും അതുപോലുള്ള ആയുധങ്ങളൊക്കെ വീണ്ടും ഇങ്ങനെ വർദ്ധിപ്പിച്ച് ബലം കാണിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ലോകം മുഴുവൻ യുദ്ധത്തിൻ്റെ അനുഭവത്തിലേക്ക് പോകാനാണ് താല്പര്യം. ഇന്ന് നമുക്കറിയാം ഓരോ രാജ്യവും ചെലവിടുന്ന അവരുടെ സമ്പത്തിൻ്റെ ഏറ്റവും കൂടുതൽ സമ്പദ്ഘടന ചെലവാക്കുന്നത് ആയുധം ശേഖരിക്കാനാണ്. സമാധാനം അവർക്ക് സമാധാനം അറിഞ്ഞിട്ടില്ല. അവർ പറയുന്നത് ഇതൊക്കെ വെക്കുന്നത് ഞങ്ങളുടെ സമാധാനത്തിനാണ്. നല്ല, ഇതെല്ലാം പലരുടെയും സമാധാനം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സംഗതിയാണ്. സോ ദിസ് ഈസ് ഓൾ കമ്മിങ് ഫ്രം ദി ബാക്ക്ഡ്രോപ്പ് ഓഫ് സിൻ. പാപത്തിൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഇതെല്ലാം ഉളവാക്കപ്പെടുന്നത്. പാപമാണ് ഇതെല്ലാം മനുഷ്യരിലേക്ക് കടത്തിവിടുന്നത്. പാപമാണ് ഇങ്ങനെയുള്ള തലത്തിലേക്ക് എല്ലാവരെയും കൊണ്ടെത്തിക്കുന്നത്. സോ സിൻ ഈസ് കറപ്റ്റിംഗ് എവറി വൺസ് സ്റ്റെപ്പ്. ഇപ്പോൾ മുമ്പ് ഞാൻ പറഞ്ഞത് സിൻ കറപ്റ്റ്സ് അവർ സ്പീച്ച്, ആൻഡ് second the other one I said sin corrupts our steps. One more, sin is corrupting our sight. നമ്മുടെ കാഴ്ച പോലും പാപം ഇല്ലാതെയാക്കുന്നു. അതാണ് അതിൻ്റെ 18-ാമത്തെ വാക്യം. അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല എന്നിങ്ങനെ എഴുതിയിരിക്കുന്നല്ലോ. they don't look, അവരുടെ ദൃഷ്ടിയിൽ എന്തില്ല? ദൈവഭയമില്ല. അവർ നോക്കുന്നിടത്തൊന്നും ദൈവഭയം അവർ കാണുന്നില്ല.
ദൈവഭയമില്ല എന്നുണ്ട്. കാരണം ദൈവമില്ല എന്നും, ദൈവം ഉണ്ടെന്ന് അവർ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് ദൈവഭയമില്ലാത്തത്. ഇന്ന് അനേകരെ നമുക്കറിയാം, അനേക ചെറുപ്പക്കാർ, അനേക പ്രിയപ്പെട്ടവർ, നിരീശ്വരവാദികൾ ഇന്ന് ലോകത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേക ഇടങ്ങളിൽ പാശ്ചാത്യ നാടുകളിലൊക്കെ നമ്മൾ വിശ്വസിക്കുന്ന പാശ്ചാത്യ നാടുകളൊക്കെ ഭയങ്കര ക്രൈസ്തവവൽക്കരിക്കപ്പെട്ട നാടുകളെന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം നിരീശ്വരവാദികളാണ് ധാരാളം പേര് ആ, ആ, ഉയർന്നു വന്നിരിക്കുന്നത്. നോ ഗോഡ്, ബിലീവിങ് ഇൻ നോ ഗോഡ്, പ്രൈസ് ദി, ഡു നോട്ട് ബിലീവിങ് ഇൻ എനി ഗോഡ്. നിരീശ്വരവാദി, അവരുടെ ദൃഷ്ടിയിൽ ദൈവത്തെക്കുറിച്ചുള്ള സംഗതിയില്ല, ഭയമില്ല. പ്രൈസ് ദി ലോർഡ്. അവരുടെ ദൃഷ്ടിയിൽ ഈ നരകത്തെക്കുറിച്ചും അവർ ചിന്തിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല, ചിലർ ഈവൻ മോർ ഭയങ്കര സ്റ്റബോണാണ്. അവർക്ക് ഈ നരകത്തെക്കുറിച്ച് അറിയാമെങ്കിലും അവർ വിശ്വസിക്കുന്ന എന്നാൽ നരകത്തിൽ തന്നെ ഞങ്ങൾ പോകാൻ ഞങ്ങൾ റെഡിയാണ്. ജീവിതത്തിൽ യഥാസ്ഥാനപ്പെടാനോ യഥാർത്ഥ ജീവിതത്തിലേക്ക് വരാനോ തയ്യാറാകാതെ പാപത്തിൻ്റെ അനുഭവത്തിലേക്ക് പോകാൻ അവരുടെ ദൃഷ്ടി, ദെയർ സൈറ്റ് ഈസ് ബീൻ കറപ്റ്റഡ്. ദൈവത്തെ അവർ കാണാൻ കഴിയുന്നില്ല, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാനായിട്ട് കഴിയുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ഇതൊക്കെ ഏതൊക്കെ അളവിൽ നമ്മളിലൊക്കെ ഉണ്ടെന്നുള്ളത് നമ്മൾ തന്നെ പരിശോധിക്കുക. ഇഫ് വി ആർ കറപ്റ്റഡ് ബൈ അവർ സൈറ്റ്, ഓർ ഈ സിൻ കറപ്റ്റ്സ് അവർ സൈറ്റ്, നമ്മുടെ ദൃഷ്ടിയെ ദൈവഭയത്തിൽ നിന്ന് മറയ്ക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ കാണുന്നുണ്ട്, ദൈവം നമ്മുടെ നിലവുകൾ അറിയുന്നുണ്ട്, ദൈവം നമ്മെ കേൾക്കുന്നുണ്ട്, ദൈവം നമ്മളുടെ പ്രവൃത്തികൾ കാണുന്നുണ്ട്. എന്നാൽ പൗലോസ് നമ്മെ ഓർപ്പിച്ചിരിക്കുന്ന ഒരു വാണിംഗ് ഇതാണ്: ദൈവം എന്ത് ചെയ്യുന്നു? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൃഷ്ടിയിൽ, ഇൻ അവർ സൈറ്റ് വി നീഡ് ടു ഹാവ് എ ഗോഡ് ഫിയർഫുൾനെസ്. അതില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ നാശത്തിലേക്കാണ് പോകുന്നത്. സോ സിൻ ഹാസ് കറപ്റ്റഡ് അവർ സൈറ്റ്. അപ്പോൾ പൗലോസ് he is trying to say that sin is a ugly problem because of various reasons. Sin corrupts our spirit. ഒരുവൻ പോലും നീതിമാനാക്കാത്തവണ്ണം ഇതിനെ, നമ്മുടെ ആത്മതലത്തെ അതെന്ത് ചെയ്തു? മലിനമാക്കി. പ്രൈസ് ദി ലോർഡ്. സിൻ കറപ്റ്റ്സ് അവർ സെൻസ്. ദൈവത്തെ പോലും ഗ്രഹിക്കാൻ കഴിയാതെ വണ്ണം നമ്മുടെ സെൻസിനെ ഈ പാപം കറക്റ്റാക്കുന്നു. സിൻ കറപ്റ്റ്സ് അവർ സോൾ. നമ്മൾ തന്നെ എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരാക്കി തീർത്തിരിക്കുന്നു. സിൻ കറപ്റ്റ്സ് അവർ സോൾ. ആൻഡ് അവസാനം അടുത്തത് പറയുന്നത് സിൻ ഇറ്റ്സ് കറപ്റ്റ്സ് അവർ സ്പീച്ച്. നമ്മുടെ നാവിനെ പോലും ഈ പാപം മലിനമാക്കുന്നു. സിൻസ് കറപ്റ്റ്സ് അവർ സ്റ്റെപ്സ്. നമ്മുടെ പാതകളെ ഈ പാപം മലിനമാക്കുന്നു. അവസാനമായി ആറാമതായി പറഞ്ഞ സിൻ കറപ്റ്റ്സ് അവർ സൈറ്റ്. നമ്മുടെ ദൃഷ്ടിയെ പോലും ഈ പാപം ഇല്ലാതെയാക്കും. അവസാനമായി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് ഈ രാത്രിയിൽ എൻ്റെ വാക്കുകൾ നിർത്താനായിട്ട് പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സിൻ ഈസ് ആൻ അൺഡിനയബിൾ പ്രോബ്ലം. സിൻ ഈസ് എ യൂണിവേഴ്സൽ പ്രോബ്ലം എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. സിൻ ഈസ് എൻ അഗ്ലി പ്രോബ്ലം എന്ന് രണ്ടാമത് ഞാൻ പറഞ്ഞു. മൂന്നാമത് ഞാൻ പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുന്നത് സിൻ ഈസ് എ അൺഡിനയബിൾ പ്രോബ്ലം. ആർക്കും നിഷേധിക്കാൻ കഴിയത്തില്ല, ആർക്കും അതിനകത്തുനിന്ന് ഒഴിയാനായിട്ടും കഴിയത്തില്ല. നോക്കിക്കേ, 19-ാമത്തെ വാക്യം വായിച്ചു നിർത്തുന്നത് ഇങ്ങനെയാണ്: ന്യായപ്രമാണം പറയുന്നത് എല്ലാം ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരോട് പ്രസ്താവിക്കുന്നു എന്ന് നാം അറിയുന്നു. അങ്ങനെ ഏതുവായും അടഞ്ഞ് സർവ്വലോകം ദൈവസന്നിധിയിൽ ശിക്ഷയോഗ്യരായി തീരേണ്ടതിനത്രേ. പ്രൈസ് ദി ലോർഡ്. സോ മാൻ ഈസ് സിൻ എന്നുള്ളത് ഇറ്റ് ഈസ് ഡിക്ലെയർഡ് ബൈ ദി ലോ. ന്യായപ്രമാണം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് മനുഷ്യൻ പാപമാണ്. അടുത്ത 20-ാമത്തെ വാക്യം, ഐ ജസ്റ്റ് വാണ്ട് ടു റീഡ് ആൻഡ് കൺക്ലൂഡ് ദാറ്റ് സെക്ഷൻ ഹിയർ. അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തികളാൽ ഒരു ജഡവും അവൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ന്യായപ്രമാണം നമ്മളെ പാപത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഈ ന്യായപ്രമാണം ഒരിക്കലും പരിഹാരം ആകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ന്യായപ്രമാണം നമ്മളെ ജീവിതത്തിൻ്റെ പാപത്തെക്കുറിച്ച് വെളിപ്പെടുത്താൻ ന്യായപ്രമാണം ഉണ്ടായിരുന്നു. എന്നാൽ ഈ ന്യായപ്രമാണം ഒരിക്കലും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയുള്ള ഒരു അനുഭവത്തെ വരച്ച് കാട്ടിയിട്ടില്ല. ന്യായപ്രമാണം തരാത്തതായ ഒരു വാഗ്ദത്തമാണ് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന് മാനവരാശിയുടെ പാപത്തെ വഹിച്ച് കാൽവറി ക്രൂസിൽ തകർക്കപ്പെട്ട് തൻ്റെ പുണ്യാഹ രക്തത്താൽ ത്രൂ ഹിസ് ബ്ലഡ്സ് അവൻ നമുക്ക് വേണ്ടി പാപത്തിൻ്റെ കറകളെ നീക്കി തന്നു. പ്രൈസ് ദി ലോർഡ്.
പ്രിയപ്പെട്ടവരെ, ദ ലോ ഈസ് ജസ്റ്റ് എ മിറർ. ന്യായപ്രമാണം എന്താണ്? ഒരു കണ്ണാടി മാത്രമാണ്. പ്രൈസ് ദ ലോർഡ്. നിങ്ങളുടെ മുഖത്ത് എന്തെങ്കിലും ഒരു ചെറിയ പാട് നിങ്ങളുടെ കണ്ണാടിയെ നോക്കിയപ്പോൾ കണ്ടെങ്കിലേ, പ്രൈസ് ദ ലോർഡ്, ആ പാട് മാറാൻ നിങ്ങൾ കണ്ണാടിയെ തൂത്തിട്ട് കാര്യമുണ്ടോ? പ്രൈസ് ദ ലോർഡ്. നിങ്ങൾ മുഖം നോക്കിയപ്പോൾ, കണ്ണാടിയെ നോക്കിയപ്പോൾ ഇവിടെ എന്തോ ഒരു പാട് പോലെ ഇരിക്കുന്നു. അയ്യോ, എന്നാൽ എന്തൊരു ക്രീം പുരട്ടി അത് മാറ്റണമെന്ന് പറഞ്ഞിട്ട് ആ കണ്ണാടിയെ തുടച്ചിട്ട് കാര്യമില്ല. അത് നമ്മുടെ ശരീരത്തിലാണ് തൊടേണ്ടത്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ന്യായപ്രമാണം ഒരു ടൂളായിരുന്നു. പൗലോസ് പറയുന്നു, ന്യായപ്രമാണം ഈസ് ജസ്റ്റ് എ പോയിന്റർ. അത് നിങ്ങൾക്ക് വേണ്ടി തന്ന ഒരു ടൂൾ മാത്രമാണ്, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കാനായിട്ടും നിങ്ങൾ പാപികളാണെന്ന് ബോധിപ്പിക്കാൻ മാത്രമാണ് ന്യായപ്രമാണം നിങ്ങളുടെ പേര് തന്നത്. എന്നാൽ അത് നിങ്ങൾക്ക് അതാണ് 20-ാമത്തെ വാക്യം പറഞ്ഞു നിർത്തുന്നത്. അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. ന്യായപ്രമാണം കൊണ്ട് ആരും രക്ഷപ്പെടത്തില്ലെന്ന് പൗലോസ് വളരെ ശക്തമായി ഓർപ്പിച്ചിട്ട് അവിടെ തൻ്റെ വാക്കുകൾ അവിടെ നിർത്തുകയാണ്. അതിൻ്റെ അർത്ഥം, അതിന് താഴോട്ട് അടുത്ത നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. എങ്ങനെയാണ് ന്യായപ്രമാണത്തിന് കഴിയാതെ പോയത് വിശ്വാസത്താലുള്ള നീതീകരണം എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ ഇവിടെ ഞാൻ പറഞ്ഞത് അവസാനിപ്പിക്കുന്നത്, നമ്മുടെ മുന്നിലുള്ള ചില കാഴ്ചകൾ, പ്രൈസ് ദി ലോർഡ്, അല്ലെങ്കിൽ നമ്മൾ ന്യായപ്രമാണത്തിൻ്റെ കണ്ണാടിയിലൂടെ നോക്കുന്ന കാഴ്ചകൾ, അത് നമ്മളെ പല വസ്തുതകളും വിളിച്ചറിയിക്കുന്നുണ്ട്. എന്നാൽ പരിഹാരം തരാൻ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ മാത്രമേ കഴിയുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നോ വൺ ഈസ് റൈറ്റസ്, ആരും നീതിമാനായിരുന്നില്ല. കാരണം പാപമാണ് അതിൻ്റെ കാരണമായി തീർന്നത്. ഇത് പൗലോസ് റോമിലുള്ള സഭയോട് വളരെ ശക്തമായി ഓർപ്പിക്കുകയാണ്. ഒരുപക്ഷെ ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ നമ്മൾ പലപ്പോഴും പല വസ്തുതകളിലും വി മേക്ക് അവർ ഓൺ സെൽഫ് റൈറ്റസ്, നമ്മളെ തന്നെ സ്വയം നീതീകരിക്കപ്പെടാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രിയിലും അതുതന്നെയാണ് ഓർപ്പിക്കുന്നത്, ആരും നീതിമാനായിട്ടില്ല. അൺലെസ് ആൻഡ് അണ്ടിൽ ഗോഡ് ഹാസ് സാങ്ഷൻഡ്, ദൈവം അനുവദിക്കാതെ, ദൈവം ഡിക്ലെയർ ചെയ്യാതെ ആരും നീതിമാനാകുകയില്ല. ദൈവം നീതിമാനാക്കാനായി കാൽവറി ക്രൂശിൽ തൻ്റെ ഏകജാതനായ പുത്രനെ തകർത്ത് അവൻ്റെ ശരീരവും അവൻ്റെ രക്തവും നമുക്ക് വേണ്ടി ചൊരിഞ്ഞ് അവൻ നമുക്ക് വേണ്ടി നീതിയാക്കി. ആ കർത്താവിനെ വിശ്വസിച്ചതാണ് നമ്മുടെ ഭാഗ്യം. ആ കർത്താവിനെ പിൻപറ്റിയതാണ് നമ്മുടെ ഭാഗ്യം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ നമുക്കൊന്ന് അടയ്ക്കാമോ? പ്രാർത്ഥിക്കാമോ? പ്രൈസ് ദി ലോർഡ്.